എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് 19-ാം വാർഡിലാണ്. അതായത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് CS സുരേഷേട്ടൻ്റെ വാർഡിലാണ് നിൽക്കുന്നത്. പറയാൻ സാധിച്ചത് നഗരസഭ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് വളരെ ജീർണിച്ചതും കാലപ്പഴക്കമുള്ളതായിട്ടുള്ള കുറച്ച് വീടുകൾ ഈ വാർഡിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആ ജീർണിച്ചതും കാലപ്പഴക്കമുള്ള വീടുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ജീർണിച്ച് കാലപ്പഴക്കം വന്ന് ആകെ ഈ വാർഡിലും ഈ നഗരസഭയിലും ആകെ മോശകരമായ രീതിയിൽ നിൽക്കുകയാണ്. ഈ പട്ടണത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിക്കളയുന്ന രീതിയിൽ വളരെ ജീർണാവസ്ഥയിൽ നിൽക്കുന്ന വീടുകളാണ് നിങ്ങൾ കാണുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് കാലപ്പഴക്കം വന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ടോ? പക്ഷെ നഗരസഭ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഈ പറയുന്ന പുതുപുത്തൻ വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ടിരിക്കുന്ന 10 വർഷവും 12 വർഷമൊക്കെ പഴക്കമുള്ള വീടുകൾ പൊളിച്ചു മാറ്റാനായിട്ട് പോസ്റ്റ് വഴി നഗരസഭയുടെ നോട്ടീസ് വന്നിരിക്കുകയാണ്. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഗൃഹനാഥന്മാരുടെയൊക്കെ അവസ്ഥ എന്താ. ഈ കൊറോണ വന്നതിന് ശേഷം പലർക്കും അസുഖങ്ങളാണ്. ഷുഗർ രോഗികൾ, പ്രഷർ രോഗികൾ, ഹാർട്ട് പേഷ്യൻസ്, ഇതൊക്കെയാണ് പല വീടുകളിലും ചെന്ന് കഴിഞ്ഞാൽ അറിയാം. ഔഷധങ്ങൾ ആഹാരത്തെ പോലെ കഴിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതുപോലൊരു നോട്ടീസും കൂടി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? വളരെ ഭയാനകമായ പാനിക് കണ്ടീഷനിലാണ് ഈ വീടുകളൊക്കെ പൊളിച്ചു മാറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തായാലും എൻ്റെ ഈ പറയി നിൽക്കുന്ന ഈ ചേട്ടന്മാരൊക്കെ തന്നെ ഇത്തരത്തിൽ നോട്ടീസ് കൈപ്പറ്റിയവരാണ്. ഇപ്പോൾ ഈ ചേട്ടൻ തന്നെ ആൾക്ക് വളരെ വിഷമത്തിലിരുന്ന് കഴിഞ്ഞപ്പോഴാണ് കൗൺസിലർ വന്ന് ഇടപെട്ട് അദ്ദേഹത്തോട് പറഞ്ഞ് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയം? ഈ ജീർണിച്ച വീടുകൾ എന്താണ്? കാലപ്പഴക്കമുള്ള വീടുകളെ എന്താണ് ഇതിൻ്റെ പിന്നിൽ? ഈ നോട്ടീസിന് കാരണമായിട്ടുള്ള സംഗതികൾ എന്താണെന്ന് ഇവരോട് നമുക്ക് ചോദിച്ചറിയാം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ചേച്ചി, ഈ നോട്ടീസ് ഈ വീടിന് ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കിട്ടിയത്? ഈ നോട്ടീസ് പറഞ്ഞത് ഇത് കാലപ്പഴക്കമുണ്ട്, ഇത് പൊളിച്ചു മാറ്റാനായിട്ടാണ് ഈ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ സംഭവം? എന്നാണ് ഈ നോട്ടീസ് കിട്ടിയത്? ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇതെന്നാ നോട്ടീസ് കിട്ടിയത്? ഇന്ന് ഒരു 11 മണിക്ക് ഉണ്ടാവും. 11 മണിക്ക്. ഇത് എത്ര വർഷമായി ഈ വീട് പണിതിട്ട്? ഈ വീട് പണിതിട്ട് ഇപ്പോൾ 19 കൊല്ലം. ഇന്ന് രാവിലെയാണ് ഈ സാധനം എനിക്ക് കിട്ടിയത്. അതായത് വീടിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. സെക്രട്ടറിയുടെ ഒപ്പും ഉണ്ട് ഇതിനകത്ത്. ഇത് ചേട്ടൻ്റെ വീടാണ് ഈ പറയുന്നത്. ഇത് 12 വർഷമായി ഇപ്പോൾ ഈ സാധനം പണിതിട്ടുള്ളൂ. ഇതിന് കാലപ്പഴക്കം വന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പൊളിച്ച് മാറ്റാൻ വേണ്ടി നോട്ടീസ് തന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ സംഭവം ഒന്നും അറിയില്ല. ഇതിന് ശേഷം ഞങ്ങൾ കൗൺസിലറെ വിളിച്ചിട്ടുണ്ട്. കൗൺസിലർ വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ട് പറയാം എന്ന് പറയുന്നത്. ഇന്ന് കാലത്താണ് ഇവിടെയുള്ള ജനങ്ങൾ എന്നെ വിളിക്കുന്നത്. ഇവർക്ക് നോട്ടീസ് ചാലക്കുടി നഗരസഭയിൽ നിന്ന് സെക്രട്ടറി ഒപ്പുവെച്ച ഇവരുടെ അഡ്രസ്സും വീട്ട് നമ്പറും കറക്റ്റായിട്ടുള്ള ഒരു കത്താണ് ഇവർക്ക് പോസ്റ്റ്മാൻ വഴി കിട്ടിയിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ചാലക്കുടി നഗരസഭ ടൗൺ പ്ലാനിംഗ് വിഭാഗം കാലപ്പഴക്കം ചെന്നതും ജീർണിച്ചതുമായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കേണ്ടതെന്ന്. ഈ കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കാൻ പറഞ്ഞിട്ട് നോട്ടീസ് വന്നതാണ്. ഇത് ഞാൻ ചെയർമാനും മുനിസിപ്പൽ എഞ്ചിനീയറും വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞാണ്. ഇതിൽ വലിയൊരു ഗുരുതരമായൊരു വീഴ്ചയാണ് നഗരസഭയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്. വേറെ എവിടേക്കോ കൊടുക്കേണ്ട കത്ത് അത് ഈ അഡ്രസ്സിൽ ഇവിടെ വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ഭരണപക്ഷത്തെ ആൾക്കാർ അവർ ചെയ്യണമെങ്കിൽ പറയാം. അവരാവളം തെറ്റി കിടക്കുക. ഈ ഉദ്യോഗസ്ഥർക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നല്ല രീതിയിൽ പോകുന്ന ഉദ്യോഗസ്ഥരാണ്. അവർക്ക് വന്ന ഗുരുതരമായൊരു വീഴ്ചയാണ് ഇവിടെയുള്ള ജനങ്ങളെ ആകെ അസ്വസ്ഥ ഉണ്ടാക്കാനുള്ള കാരണം. ഇതിന് തക്കതായ കാരണം ചെയർമാനും കൂട്ടരും പറയണം. ഇതെന്താ പറ്റിയെന്ന് പറയണം. സെക്രട്ടറി അടക്കം പറയണം. നാഥനില്ലാത്ത കളിയാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര നല്ല വീടുകളൊക്കെ പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുന്ന കളിയാണ്. ഞാൻ ഇന്ന് രാവിലെ വൈഫ് വാർഡ് ഭവനിൽ ജോലിക്ക് പോകുന്നുണ്ട്. ഞാൻ ഒരു ഡയാലിസിസ് പേഷ്യൻ്റാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഇങ്ങനെ ബെല്ലടിച്ചു. പോസ്റ്റ്മാൻ ഒരു ലെറ്റർ വന്നു. ഞാനത് പൊട്ടിച്ച് നോക്കിയപ്പോൾ ഞാനിപ്പോൾ ഈ വീട് പണിതിട്ട് മാക്സിമം 15 കൊല്ലത്തിൽ കൂടുതലേക്ക് ആയിട്ടില്ല. വീട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വീട് എത്രയും പെട്ടെന്ന് പൊളിച്ച് മാറ്റണമെന്നുള്ള ഓർഡർ വന്നപ്പോൾ ഞാൻ മാനസികമായിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു. കാരണം ഒരു പുരുഷായുസിൽ ഒരു വീട് പണിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അത് 15 കൊല്ലം താമസിച്ച വീട് മുനിസിപ്പാലിറ്റി പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഉണ്ടായ ഒരു മാനസിക ബുദ്ധിമുട്ട് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയണത് അവർക്ക് തെറ്റ് പറ്റിയെന്ന് പറയണത് ശരിയല്ല. കാരണം ഇത് കിട്ടിയ ഞാൻ എൻ്റെ ഹാർട്ടെങ്ങാൻ നിന്ന് പോയായിരുന്നെങ്കിൽ അവർക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവൻ തിരിച്ചു തരാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് ഇനി മേലാലെങ്കിലും ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ മുനിസിപ്പൽ ഭരണസമിതി ഉൾപ്പെടെ, കാരണം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മുനിസിപ്പാലിറ്റി ഒരു ഭരണമുണ്ട്, ഇതിന് പ്രത്യേക ഒരു സ്ഥിരസമിതി അധ്യക്ഷനുണ്ട്. ഇവരൊക്കെ അറിഞ്ഞുകൊണ്ട്
ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് തന്നതുപോലെയാണ് ഞങ്ങൾ മനസ്സിലാക്കി. ചാലക്കുടി ജീർണിച്ച ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം പൊളിച്ചു മാറ്റുന്നത് ചാലക്കുടി നഗരസഭയാണ്. ഘട്ടം ഘട്ടമായിട്ട് പണിത് ഒരു പുതിയ രൂപത്തിലാക്കിയിട്ടുള്ളൊരു കെട്ടിടമാണ്. സെക്രട്ടറിയാണ് ഇതിനകത്ത് ഒപ്പ് വെച്ചിട്ടുള്ളത്. സെക്രട്ടറി ഈ സാധനം ഒപ്പ് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇതാക്കുന്നത്. വെറും ഒരു സെക്രട്ടറി അല്ല, ഔദ്യോഗിക പദവിയിലിരിക്കുന്ന പഠിപ്പും വിവരവും വിധേയവും ഉള്ള ഒരു വ്യക്തിയാണ് ആൾ. ഇതേപോലത്തെ ഒരു പേപ്പർ അയച്ചു കൊടുത്തിട്ട് വീടുകളിലേക്ക് കൊണ്ടുവന്നിട്ട് പൊളിച്ചു മാറ്റണമെന്ന്. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ പോലീസ് സ്റ്റേഷന് തൊട്ടിപ്പുറത്തുള്ളത് ഏകദേശം ഒരു 100 കൊല്ലത്തേക്കാൾ പഴക്കമുള്ള ഒരു ബിൽഡിംഗ് മുനിസിപ്പാലിറ്റിയുടെ അനുവാദത്തോട് കൂടിയിട്ടാണ് അവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പഴയ കാല വസ്തു പോലെ ഉണ്ടാക്കാൻ വേണ്ടി അനുവാദം കൊടുത്തിട്ട് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവർക്കൊന്നും നോട്ടീസ് കൊടുത്തിട്ടില്ല. സാധാരണക്കാരനായവൻ ഒരു ആഗ്രഹിച്ച ഒരു ഭവനം പണിതിട്ട് അത് വളരെ കുറച്ച് ദിവസം കൊണ്ട് പൊളിച്ചു മാറ്റാമെന്ന് പറഞ്ഞൊരു ഓർഡർ തരുന്ന ഇത് മനസ്സിലാവുന്നില്ല. ദയവ് ചെയ്ത് ഈ തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് എന്താണെന്ന് അതിന് നിജസ്ഥിതി എന്ന് മനസ്സിലാക്കി പഠിച്ച് അത് മറ്റുള്ളവർക്ക് വേദന പറ്റാത്ത വിധത്തിൽ തയ്യാറാക്കി കൊടുക്കേണ്ടതാണ് മര്യാദ. ഇതിന് ശേഷം ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോഴും ഞങ്ങളോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് എന്താ കാരണം അവർക്ക് പോലും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഭരിക്കുന്ന പാർട്ടി ഒന്ന് ആലോചിക്കുക. റോഡിന് വീതി കൂട്ടാനും ബഹളം ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് ഒരുപാടുണ്ട്. അന്ന് സാധാരണക്കാരൻ താമസിക്കുന്ന ഒരു ഭവനം ഒരു പേപ്പർമ പൊളിച്ചു മാറ്റാൻ പറയുന്ന ആ രീതിയോട് ശരിയല്ല. എന്തായാലും നഗരസഭ ഈ വിഷയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇടപെടൽ നടത്തണം. എന്താണ് ഇതിലെ പ്രശ്നം? നഗരസഭയ്ക്ക് തെറ്റുപറ്റിയതാണെങ്കിൽ ഈ നോട്ടീസ് പിൻവലിക്കാനായിട്ടുള്ള ഇടപെടലാണ് ആദ്യം ചെയ്യേണ്ടത്. പക്ഷേ എന്താണ് ഇതിന് ഇത്ര അമാന്തിച്ച് നിൽക്കണമെന്ന് അറിയില്ല. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഗൃഹനാഥന്മാർ ഇപ്പോഴും ടെൻഷനിലാണ്. ഇത്തരം മനോഹരമായ വീടുകൾ എങ്ങനെ ജീർണിച്ച അവസ്ഥയിൽ ഇത് പൊളിക്കണമെന്ന് പറഞ്ഞത് മനസ്സിലാവുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം എന്ന് പറഞ്ഞാൽ സെക്രട്ടറി, ME ഇങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് തന്നെ ഇരിക്കണേ. അവരവരുടെ ആ സ്ഥാനം മനസ്സിലാക്കണം. അല്ലാണ്ട് വെറുതെ കസേര മനുഷ്യന്മാരായിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള അനുഭവങ്ങളുണ്ടാവും എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഉടനെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് പറയാനുള്ളത്.